എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറകത്തും നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം മാറ്റി അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലും സ്വർഗീയ ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യത്തിന്റെയും ജീവന്റെയും നിലനിൽപ്പിന് ആധാരമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൃത്യമായ സുന്നത്തുകളും കൃത്യമായ സമയങ്ങളും സന്ദർഭങ്ങളും അളവും എല്ലാം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫുഡ് കഴിക്കൽ, ഭക്ഷണം കഴിക്കൽ. ഇവിടെ ഞാൻ പറയാനുള്ള കാരണം, സാധാരണ ഒരു ശൈലി എന്ന് പറയുന്നത് 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയുണ്ട്. ചില ആളുകൾ 4 നേരം ഭക്ഷണം കഴിക്കും, ചില ആളുകൾ 5ഉം 6ഉം നേരമൊക്കെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടിയാൽ അത് സമയം നോക്കൂല, സന്ദർഭം നോക്കൂല, അങ്ങനെ കഴിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ 3 നേരം ഭക്ഷണം അതൊരു സാധാരണ നിലപാടാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അങ്ങനെ ഉണ്ടാകണം, അങ്ങനെയൊന്നില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 3 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി എവിടെയും കാണാൻ പറ്റില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലിയിൽ പോലും അങ്ങനെ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുക പ്രത്യേകമായ ഒരു സുന്നത്തോ ഒരു ചര്യയോ ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മാത്രമല്ല, സയന്റിഫിക്കലായിട്ട് നോക്കിയാൽ ഒരു ആവശ്യകരമായ കാര്യമാണ് എന്നും ഒരു വാദം സയൻസിനുമില്ല. ഈ വിഷയം ഞാൻ ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം, ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. എന്താ അനുഭവം? എന്തോ ചെക്കപ്പിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അതിന്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സന്ദേശം കണ്ടത്രേ, ഒരു മാറ്റർ കണ്ടു. എന്താ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയാണ്, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗിയാണ്, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാണ്, 4 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹിയാണ്. 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ രോഗിയാകുന്നതിന്റെ അടയാളമാണ് എന്നൊരു സൂചനയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് 4ഉം 5ഉം നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലിയ രോഗങ്ങളിലേക്ക് അവൻ കടക്കുമ്പോൾ അവന് സ്വയം ബുദ്ധിമുട്ടാണ്, ദ്രോഹമാണ്, മറ്റുള്ളവർക്ക് കൂടെ ദ്രോഹമായി പോകും. അത്തരം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ശൈലിയാണ് ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന അതിന്റെ നേരവും കാലവും എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ശരിയ സുന്നത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുന്ന് 3 നേരം ഭക്ഷണം കഴിച്ചു, അതങ്ങനെ പതിവായി പോന്നിരുന്നു. എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊരു ശൈലി എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 നേരം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ വേവിച്ച ആഹാരം. സാധാരണ നമ്മൾ വേവിച്ച കുക്ക് ചെയ്തിട്ട് ആഹാരം കഴിക്കുമല്ലോ, അത് 1 നേരം കഴിച്ചതായിട്ടാണ് നമുക്ക് തിബ്ബിന്റെ കിതാബിൽ കാണാൻ കഴിയുന്നത്. 1 നേരം കഴിച്ചാൽ പിന്നെ അടുത്ത ആകെ 2 നേരം, ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വൈകിട്ടുള്ള ആഹാരം, അത്താഴം. ഈ 2 ശൈലിയാണ്. ഇതിൽ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ വൈകിട്ട് അതേപോലെ ഹെവി ഫുഡ് കഴിക്കുമായിരുന്നില്ല. അതെന്തെങ്കിലും ലഘുവായിട്ട്, അത്താഴം വളരെ ലഘുവായിട്ട് കഴിക്കുന്ന ഒരു ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അവിടുത്തെ ശൈലിയും അവിടുത്തെ ചര്യയുമായി കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അത്താഴമാണ്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന ഇടയത്താഴമല്ല. സാധാരണ നമ്മൾ ഇശാ ഭക്ഷണമായി കഴിക്കുന്ന, വൈകിട്ട് രാത്രിയിൽ കഴിക്കുന്ന ഫുഡ്, അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആഹാരമാണ്. അവിടെ യഥാർത്ഥത്തിൽ അത് പ്രത്യേകം ക്രമീകരിക്കുകയും അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ, ഹെൽത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. രാവിലെ എണീറ്റിട്ട് നമ്മൾ ഓടലും ചാടലും എക്സസൈസും അല്ലേ നമ്മൾ ഹെൽത്തി, അതൊരു ആരോഗ്യത്തിന്റെ വശമായി കാണാൻ. അതിനേക്കാൾ കൂടുതൽ ഗൗരവമുണ്ട് തലേ ദിവസവും രാത്രി വൈകിട്ട് നമ്മൾ അത്താഴം കഴിക്കലുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ശ്രദ്ധയും അതിന്റെ പരിഗണനയും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ഹദീസുകളും വെച്ചിട്ട് മനസ്സിലാകുന്നതോടൊപ്പം ആധുനിക ഡോക്ടർമാരും ഇതിനെ കൃത്യമായി ശരിവെക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ അത്താഴം കഴിക്കലുമായി ബന്ധപ്പെട്ട നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മളുടെ പരിഗണനയിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും അത്യാവശ്യം രോഗിയായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ ചെറുപ്രായത്തിൽ, ചെറുപ്പക്കാരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും പ്രമേഹ രോഗികളാണ്, ഷുഗർ രോഗികളാണ്. ഭൂരിഭാഗം ആളുകളും വലിയ ശരീരഭാരങ്ങൾ, പൊണ്ണത്തടിയും ശരീരഭാരങ്ങളും അതിന്റെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കൊളസ്ട്രോളിന് അടിമപ്പെട്ടു പോയ ആളുകൾ, പ്രായം ചെറുപ്പമാണ് എങ്കിലും അത്തരം പ്രയാസങ്ങൾ കൊണ്ട് വെരിഞ്ഞു മുറുങ്ങുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യം
ചെറുപ്രായത്തിൽ ഓടി നടക്കേണ്ട പ്രായത്തിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അടിമപ്പെട്ടിട്ടുള്ളത് എന്ന് ഏറ്റവും വലിയ വേദനാജനകമായ ഒരു സംഭവമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നറിയോ? 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന അത്താഴം അത് വൈകിപ്പിച്ച് പരമാവധി വൈകി കഴിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഇത്തരം രോഗികളാക്കി നമ്മളെ മാറ്റാൻ പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അത്താഴം ഹെവി ഫുഡ് കഴിക്കുക. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രമേഹ രോഗത്തിലേക്കും അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ രോഗത്തിലേക്കും മറ്റു പ്രയാസങ്ങളിലേക്കും എല്ലാം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഗൗരവമുള്ള വിഷയമാണ് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പല ആളുകളും വൈകിട്ട് ഹെവി ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി കഴിക്കുന്നത് കാണാം. ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കും, ലഘുവായിട്ട് ചപ്പാത്തി കഴിക്കുന്നത്, എന്നിട്ട് പറഞ്ഞിട്ട് 3, 4, 5 ചപ്പാത്തിയൊക്കെ കഴിക്കും. യഥാർത്ഥത്തിൽ ചോറും ചപ്പാത്തിയും തമ്മിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താ മാറ്റമുള്ളത്? രണ്ടും ഏകദേശം സെയിം ടു സെയിം ആണ്. യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കാതെ ചപ്പാത്തിയാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അളവ് നോക്കാതെ അത്യാവശ്യം കഴിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. സാധാരണ അവർ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം മൂർച്ഛിക്കാന്നല്ലാതെ ഒരിക്കലും അത് ഡൗൺ ആവില്ല, അത് കുറയില്ല. അത് പ്രത്യേകം നമ്മൾ അത്തരം അബദ്ധത്തിൽ പെട്ടുപോയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. അത്താഴം കഴിക്കലിന്റെ, വൈകിട്ട് ആഹാരം കഴിക്കുന്നതിന്റെ, ഇശാഭക്ഷണം കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ അനിവാര്യത, അതിന്റെ പ്രധാനപ്പെട്ട ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്താഴം കഴിക്കൽ ഒരിക്കലും ഒരു ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടെ ഒഴിവാക്കുന്ന ശൈലി അപകടകരമാണ് എന്നാണ്. ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചില ആളുകൾ, ചില സഹോദരന്മാർ പോലും സാധാരണ പറയാറുണ്ട്, ഞാനൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഞാൻ അത്താഴം കഴിക്കാറില്ല. ചില ആളുകൾ വലിയ വായിൽ പറയും. അത് ഭീമമായ അബദ്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത്താഴം പാടെ ഒഴിവാക്കുക. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വെറുതെ അത്താഴം നേരത്തെ പട്ടിണി കിടന്നിട്ട് കിടക്കുക, അത് തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ ഉണ്ടാക്കും, സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, നിങ്ങൾ അത്താഴം തീരെ ഒന്നും കഴിക്കാത്ത അവസ്ഥയിൽ ഉണ്ടാകരുത്. നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രമേഹവും ഷുഗറും അതേപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ അയാൾ ചുരുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, നോർമലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഹെവി ഫുഡ് ഒഴിവാക്കാം, വലിയ ആഹാരങ്ങൾ ഒഴിവാക്കാം. എങ്കിലും അത്താഴം പാടെ ഒഴിവാക്കുന്ന ശൈലി ഉണ്ടാകരുത്. ഒരു പിടി കാരക്കയെങ്കിലും ഈത്തപ്പഴമെങ്കിലും അത്താഴ ഭക്ഷണമായി, ഇശാഭക്ഷണമായി അവർ കഴിക്കണം. അത് പാടെ ഒഴിവാക്കുന്ന ശൈലി ഉണ്ടായാൽ പെട്ടെന്ന് വാർദ്ധക്യം അയാളെ ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പ്രിയപ്പെട്ടവരെ ഇമാം തിർമിദി തങ്ങളും ഇബ്നു മാജ തങ്ങളൊക്കെ തന്റെ സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ചെറുപ്പത്തിലെ ഒരാൾ വയസ്സനാകാൻ, ചെറുപ്പക്കാരിയാണ് പെട്ടെന്ന് ആ സഹോദരി വയസ്സിയാകാൻ, പ്രായമുള്ളവരാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അത്താഴം പാടെ ഒഴിവാക്കുന്ന ഒരു ശൈലി ഉണ്ടാകുമ്പോഴാണ്. സാധാരണ നമ്മൾ കാരണവന്മാർ പറയും, നിങ്ങൾ അത്താഴ പട്ടിണി കിടക്കരുതെന്ന് പറയും. അതിനകത്തൊക്കെ ചില വസ്തുതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്ന് വാർദ്ധക്യം, പെട്ടെന്ന് വയസ്സായതുപോലെ ഇപ്പോൾ മുടി നരയ്ക്കുക, എന്തിന്റെ അടയാളം? വാർദ്ധക്യത്തിന്റെ അടയാളമാണ്. അകാല നരയുണ്ടാവും. അപ്പൊ ശരീരത്തിന്, ഹെൽത്തിനെ ബാധിക്കുകയാണ് അവിടെ. പിന്നെ ശരീരത്തിന്റെ സ്കിന്നൊക്കെ പ്രായമുള്ളവരുടെ സ്കിന്ന് പോലെ, ആള് ചെറുപ്പമാണ്, കാണുമ്പോൾ പ്രായം കൂടുതൽ തോന്നിക്കുക, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രായക്കൂടുതൽ തോന്നിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായി അകാല നര, പെട്ടെന്ന് നര ബാധിക്കുന്ന അവസ്ഥയില്ലാതെ, പെട്ടെന്ന് വയസ്സിന്റെ അടയാളങ്ങൾ കാണാത്ത വിധത്തിൽ നമ്മൾ ചെറുപ്പക്കാരായി തന്നെ ചുറുചുറുക്കോടെ നിൽക്കാൻ അത്താഴം കഴിക്കൽ നിങ്ങൾ പരിഗണിക്കണം. അത് പാടെ ഒഴിവാക്കുന്ന ശൈലി ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും കുറച്ച് 2-3 ഈത്തപ്പഴം കഴിച്ചു, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചു. അത്താഴത്തിന് ഏറ്റവും നല്ലത് ഫ്രൂട്ടുകളാണ്. അത് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത്താഴം നമ്മൾ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ, നല്ല കരിച്ചതും പൊരിച്ചതും വേവിച്ച ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. സാധാരണ നമ്മൾ പകൽ കഴിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും, ഓടി നടക്കും, നമ്മൾ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ശൂലായി നടക്കുമല്ലോ. അങ്ങനെ നടക്കുമ്പോൾ ദഹിക്കുന്നത് പോലെയല്ല ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ
കിടക്കയിലേക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. വയറ് ചാടാനും പൊണ്ണത്തടി ഉണ്ടാകാനും വയറിന് ചുറ്റും കൊഴുപ്പുകൾ അടിഞ്ഞുകൂടാനും രാത്രിയിൽ നമ്മൾ ഇത്തരം ഹെവി ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് കാരണമാകും. അതിനൊക്കെ വലിയ സമാധാനം ഉണ്ടാകും. രാത്രി ഫ്രൂട്ട്സുകളാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണെന്നാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ വൈകിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സുകളാണ്. തുബിന്റെ കിതാബുകളിലും പരാമർശങ്ങളിലൊക്കെ കാണാം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴമോ 3 ഈത്തപ്പഴമോ 5 ഈത്തപ്പഴമോ 7 ഈത്തപ്പഴമോ ഒറ്റയായിട്ട് അവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു. ആ ഒരു ശൈലി ഈത്തപ്പഴം തന്നെ അകടുന്നില്ല, കിട്ടിയാൽ അൽഹംദുലില്ലാ. അതോടൊപ്പം നമുക്ക് മറ്റു ഫ്രൂട്ട്സുകളെല്ലാം, കാരണം അതിന്റെ ദഹനം വളരെ സ്പീഡപ്പിൽ നടക്കും. മറ്റുള്ള വേവിച്ച ആഹാരം പോലെയല്ല, ദഹനത്തിന് പ്രയാസമില്ല, ദഹനത്തിന് ഒരുപാട് ഊർജ്ജം വേണ്ടി വരില്ല, എളുപ്പത്തിൽ ശരീരം ദഹിപ്പിക്കുമല്ലോ ഫ്രൂട്ട്സുകൾ. അത് രാത്രി ഭക്ഷണമാക്കി ഫ്രൂട്ട്സുകൾ നമ്മൾ തിരഞ്ഞെടുത്താൽ അൽഹംദുലില്ലാ, കഴിയുമെങ്കിൽ, എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല, കഴിയുമെങ്കിൽ അത് നല്ലൊരു ശൈലിയും ഒരു പ്രത്യേകമായ ഗുണങ്ങൾ കിട്ടും. ഒരു 41 ദിവസം, 21 ദിവസമാണ് മിനിമം. ഒരു കാര്യം നമ്മൾ ശരീരത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശൈലിയായിട്ട് മാറാൻ, അതിന്റെ ഫലങ്ങൾ നമ്മൾ റിസൾട്ട് വരാൻ വേണ്ടി 21 ദിവസം എടുക്കുക എന്നാണ് ഉസ്താദുമാർ പ്രത്യേകിച്ച് പറയാറുണ്ട്. അപ്പൊ 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം നമ്മൾ രാത്രി ഫ്രൂട്ട് കഴിച്ചിട്ട് അത്താഴ നേരത്ത് ആഹാരം എന്താ? സാധാരണ ചോറ് കഴിക്കാറുണ്ട്, ചപ്പാത്തി കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ ബീഫ് കഴിക്കാറുണ്ട്, മീൻ കഴിക്കാറുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറും കറിയൊക്കെ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഒന്ന് ലഘൂകരിച്ചു. അത്താഴം അത്തിപ്പഴത്തോളെന്ന് പറയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്താഴം ലഘുവായി കഴിക്കുക എന്ന് പറയുന്ന അവിടുത്തെ ആ ഒരു ശൈലിയും രീതിയും നമ്മൾ കൊണ്ടുവന്നാൽ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആ ശൈലി നമ്മൾ ആക്കിയെടുത്തു, ഒരു 41 ദിവസം അങ്ങോട്ട് പതിവാക്കിയാൽ അൽഹംദുലില്ലാ, നമ്മൾ തന്നെ അത്ഭുതപ്പെടും. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് ഇതെങ്ങനെ അത്ഭുതം നടന്നത്, എന്ത് മരുന്നാ കഴിച്ചത് എന്ന് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനേക്കാൾ ഒരാൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടി പകൽ അയാൾ മണിക്കൂറുകളോളം ഓടിച്ചാടുന്നതിനേക്കാൾ ഫലം ചെയ്യുന്നുണ്ട്. അധ്വാനം വേണ്ട, വർക്കൗട്ട് വേണ്ട, എക്സസൈസ് ചെയ്യേണ്ട എന്നല്ലേ പറയുന്നത്. അതിനേക്കാൾ ഗൗരവം നമ്മൾ എവിടെ കൊടുക്കണം? അത്താഴം കഴിക്കുന്നതിൽ. അത്താഴം ലഘൂകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ശരിയാണ്. ആ ലഘൂകരിക്കുന്ന അത്താഴം തന്നെ എപ്പോഴാക്കാം? നേരത്തെ ആക്കുക എന്നാണ്. അൽ അശാഉ ഖബല അൽ ഇശാ, ഇശാഇന് മുമ്പ് ഇശാ ഭക്ഷണം, അതാണ് അശാ. അത് ഇശാഇന് മുമ്പ് തന്നെ, ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കുന്ന ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത്രയും നേരത്തെ, ഉറങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി, അത് തന്നെ ഫ്രൂട്ട്സുകളോ ലഘുവായ ഭക്ഷണങ്ങളോ ആക്കിയാൽ അൽഹംദുലില്ലാ വലിയ റാഹത്തും വലിയ സന്തോഷവുമാകും. വലിയ അത്ഭുതം നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും റോങ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ചെറുപ്പക്കാർ തന്നെ പ്രമേഹ രോഗികളാകാനും കൊളസ്ട്രോൾ വർദ്ധിക്കാനും ശരീരത്തിന്റെ ക്രമാതീതമായ ഭാരം വർദ്ധിച്ച് ആകെ പ്രയാസപ്പെടാനുള്ള കാരണം ഒന്ന് അത്താഴം വൈകിപ്പിക്കുക. രാത്രി ഭക്ഷണം ഒരുപാട് ലൈറ്റായിട്ട് കഴിക്കുക, അത് വലിയ അപകടം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സുന്നത്ത് എങ്ങനെയാണ്? അത്താഴം വളരെ നേരത്തെ ആക്കുക, രാത്രി ഭക്ഷണം ഇശാഇന് മുമ്പേ കഴിക്കുക. അങ്ങനെയാണ്. കിടക്കുന്നതിന് ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അത്തരക്കാരുടെ കൽബ് പോലും മരവിച്ചു പോകുമെന്നാണ്. അവരുടെ ഹൃദയം കട്ടിയായി പോകും, പാറക്കല്ല് പോലെ ആയി പോകും. അത്തരക്കാരുടെ ഹൃദയം ഒരു അലിവുണ്ടാവില്ല, അവർ എപ്പോഴും ചൂടന്മാരായിരിക്കും. ആര്? ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ കിടക്കുക എന്ന് പറയുന്ന ശൈലി, ആ ഒരു ശൈലിയൊക്കെ മാറ്റണമെന്ന് പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധരായ ആരോഗ്യവാന്മാരായി ജീവിച്ച പല ആളുകളുടെയും സാധാരണ ആരോഗ്യ നിലനിർത്തിയതിന്റെ പല ചാർട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് പ്രസിദ്ധനായ ഒരാളുടെ ജീവിതശൈലി അല്ലെങ്കിൽ അവർ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുന്നതിൽ കാണാം, അത്താഴം ഇശാക്ക് ഭക്ഷണം കഴിച്ചാൽ നേരെ പോയിട്ട് കിടക്കൂല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കൂല. പിന്നെ എന്താ ചെയ്യുക? രാത്രി ഭക്ഷണം കഴിച്ചാൽ ഒരു 100 ചവിട്ടടിയെങ്കിലും നടക്കണമെന്നാണ്. ചില മഹത്തുക്കൾ അതിന് 40 ചവിട്ടടി ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഉടൻ കിടക്കുന്നൊരു ശൈലി ഒരിക്കലും ഭൂഷണമല്ല. അത് നമുക്ക് രോഗങ്ങളും ഇത്തരം കൊളസ്ട്രോളുകളും ശരീരഭാരങ്ങളും വർദ്ധിക്കാൻ കാരണമാകുമെന്നല്ലാതെ നമുക്കതുകൊണ്ട് ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള വിവരം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചാൽ ഒരു 100 ചവിട്ടടിയെങ്കിലും നടക്കുക, പെട്ടെന്ന് കിടക്കരുതെന്ന് ചുരുക്കം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശൈലിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ കഴിഞ്ഞാൽ ഉടൻ കിടക്കുകയാണെന്നാണ്.
അവിടുന്ന് സംസാരിക്കൽ പോലും കറാഹത്താണെന്ന് പറഞ്ഞു. നിബിതങ്ങൾക്ക് വെറുപ്പാണ്. എന്ത്? ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെ സംസാരിച്ചിരിക്കൽ പോലും അവിടുന്ന് വെറുപ്പാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ശൈലിയില്ല. പെട്ടെന്ന് കിടക്കാൻ നോക്കും. അപ്പോൾ ഭക്ഷണം എത്രയോ മുന്നേ കഴിച്ചിട്ടുണ്ടാവും. ആ ഒരു ശൈലി നമ്മൾ കൊണ്ടുവരണം. മഗ്‌രിബ് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പോ ഒക്കെ കഴിക്കാവുന്നതാണ്. ആ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഹെവി ഫുഡാകാതെ നോക്കിയാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, അത്താഴം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 10 ഭക്ഷണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത 10 ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതശൈലിയിൽ നമ്മൾ അത്താഴമായി സാധാരണ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ആഹാരങ്ങൾ ഇതിനകത്തുണ്ടാവും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ വൻഭാവാണെന്നോ വലിയ കുറ്റം കിട്ടുമെന്നല്ലേ പറയുന്നത്. നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ 10 ഭക്ഷണങ്ങൾ നമ്മൾ നീക്കി വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അതിന് ഡോക്ടർമാർ വരെ, ആധുനിക ഡോക്ടർമാർ വരെ കൃത്യമായി ശരിവെച്ച കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത്, ഹൈ കലോറിയുള്ള ആഹാരങ്ങളുണ്ടല്ലോ, അത് ചോറ്, അതേപോലെ തന്നെ ചപ്പാത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചപ്പാത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി 4ഉം 5ഉം ചപ്പാത്തിയൊക്കെ കഴിക്കും. അവർ ചോറ് കഴിക്കാതിരുന്നിട്ട് അതിനെ ലഘൂകരിക്കുന്നതായി കാണുന്നത് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൈ കലോറിയുള്ള ആഹാരങ്ങൾ രാത്രി അത്താഴമായി കഴിക്കുന്നത് ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ പ്രയാസമുള്ളവരുണ്ടാവും. അവർക്ക് കഴിക്കുന്നുണ്ട്, വിരോധമില്ല. എന്ത് ചെയ്യുക? അതിൻ്റെ അളവ് കുറയ്ക്കുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഒരു പിടി അങ്ങനെ ചെറിയ പിടികളായിട്ട് ഒതുക്കുക. സാധാരണ കഴിക്കുന്ന വിശാലമായിട്ടുള്ള കഴിക്കൽ ഒരിക്കലും അത്താഴ നേരത്ത് കഴിക്കൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വിഷമങ്ങൾ ഉണ്ടാക്കും എന്നൊരു വസ്തു നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തൊരു കാര്യം, ചായ, കാപ്പി ഇതൊരു 7 മണിക്ക് ശേഷം കുടിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിവെക്കണം. കാരണം അതിനകത്ത് കഫേൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ടല്ലോ. ആ ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറക്കം ഒരുപാട് ലൈറ്റാക്കാൻ കാരണമാകുമെന്നാണ്. ഉറക്കം വൈകാൻ കാരണമായാൽ ഒരാൾ വൈകി ഉറങ്ങുന്ന ഒരു ശൈലി ഉണ്ടെന്ന് കൂട്ടിക്കോ. ഒരാൾ വൈകി ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ആഹാരം നേരത്തെ കഴിക്കുന്നു, ഉറങ്ങുന്നത് വൈകിയാണ്. ചില ആളുകൾ പറയും, ഞാൻ 1 മണി 2 മണിയൊക്കെ ആവും കിടക്കുമ്പോഴേ. അതുവരെ എന്തെങ്കിലുമൊക്കെ ശൂലായിട്ട് ഇങ്ങനെ നടക്കും, ഫോണിൽ നോക്കിയിട്ട് വീഡിയോസൊക്കെ നോക്കിയിട്ട് പിന്നെ വാട്സാപ്പിൽ വന്ന മെസ്സേജൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ ഒരുപാട് വൈകിയാണ്. തീർച്ചയായും ആ ഒരു ശൈലി ഉണ്ടെങ്കിൽ ഡയബറ്റിക് ഉറപ്പാണ്, പ്രമേഹം ഉറപ്പാണ്. നിങ്ങൾ ജീവിതത്തിൽ മധുരം കഴിച്ചിട്ടേയില്ല, പഞ്ചസാര നാവിൽ വെച്ച് നോക്കിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പ്രമേഹം ഉറപ്പാണ്. നിങ്ങൾ ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തോളൂ, ചോദിച്ചോളൂ, ഞാൻ ഉറക്കം ഒരുപാട് വൈകിച്ചാണ് കിടക്കുന്നത്, ഉറക്കം വൈകിച്ചാണ് എൻ്റെ ഒരു ശൈലി, തീർച്ചയായിട്ടും കുഴപ്പമുണ്ടോ? ഉറപ്പായിട്ടും നിങ്ങൾ എഴുതി വെച്ചോളൂ. പ്രമേഹ രോഗി ഇന്നായില്ലെങ്കിൽ നാളെ ആകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ഒരു 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ അല്ലെങ്കിൽ വൈകിട്ട് അത്താഴ നേരത്ത് ചായ, കാപ്പി അത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കം വൈകിപ്പിക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ട് വൈകിട്ട് അത്താഴ നേരത്ത് ആ ഒരു ഭക്ഷണം നമ്മൾ ഒഴിവാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ സാധാരണ കുടിക്കാറുള്ള കോള പോലെയുള്ള വെള്ളങ്ങളുണ്ടല്ലോ, കൂടുതൽ മധുരം ആഡ് ചെയ്തിട്ടുള്ള പാനീയങ്ങൾ, അത് നമ്മൾ അത്താഴ ഭക്ഷണമായി അല്ലെങ്കിൽ വൈകിട്ട് അത്താഴത്തിന് നമ്മൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹൈ കലോറി കയറി വരും. അത് മുഖേന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹവും അതേപോലെ തന്നെ ശരീരത്തിന് അമിതഭാരവും മറ്റു ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് അത്താഴ നേരത്ത് കോള പോലുള്ള അമിതമായ പിന്നെ കൃത്രിമമായ മധുരമാടിയിട്ടുള്ള പാനീയങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം ഐസ്ക്രീമാണ്. ഇപ്പൊ സാധാരണ ഇപ്പോൾ വൈകിട്ട് റിസപ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, സാധാരണ കല്യാണത്തിന്റെ ഫംഗ്ഷൻ പരിപാടികളുടെ ഭക്ഷണം യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഫുഡ് വൈകിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ പങ്കെടുത്തിട്ട് ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ചതിന് ശേഷം അപ്പൊ രാത്രി ആയിട്ടുണ്ടാവും, നമ്മൾ വൈകിട്ടായിട്ടുണ്ടാവും, രാത്രിയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവസാനം ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ കവാടത്തിൽ ഐസ്ക്രീം ഉണ്ടാവും, നമ്മൾ കഴിക്കും. എപ്പോഴെങ്കിലും കഴിച്ചുപോയി എന്നുള്ളതല്ല, നമ്മൾ അതൊരു ശീലമായി ഒരു ശൈലിയായിട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവുക. ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട്, വൈകിട്ട് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ അധികവും പുറത്തുപോയാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാൽ കുട്ടികൾക്ക് അത് കഴിയുമ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം വേണം. അത്താഴ നേരത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഇശാഭക്ഷണത്തിൽ നമ്മൾ ഐസ്ക്രീം ആഡ് ചെയ്താൽ ഉണ്ടാകുന്നതും നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമാണ്. അതുകൊണ്ട് അത്താഴത്തിന് ആ ഒരു ഫുഡ് നമ്മൾ ഒഴിവാക്കി വെക്കണം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഈ പിസ്സ, ബർഗർ പോലുള്ള ആഹാരങ്ങളുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദഹനം പ്രയാസകരമാകാൻ കാരണമാകും. അത് നമ്മൾ വൈകിട്ട് കഴിച്ചിട്ട് കിടന്നാൽ
നമ്മുടെ ദഹനം വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാകും. അത് സാരമായി പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാൻ കാരണമാകും. ചില ആളുകൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഫുഡ് കഴിക്കുന്നില്ല, ഒന്ന് കൺട്രോൾ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പിസ്സ, ബർഗർ പോലുള്ള സാധനങ്ങൾ അത് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതിലേക്ക് ചുരുക്കും. അല്ലെങ്കിൽ വൈകിട്ട് ആഹാരം അതാണ് പതിവായിട്ട് കഴിക്കുന്നത്. ചില നമ്മുടെ ന്യൂ ജനറേഷൻ ചില കുട്ടികളുടെ ശൈലി, ചെറുപ്പക്കാരുടെ ശൈലി അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് മാറ്റിവെക്കേണ്ടതാണ്. രാത്രി ആഹാരത്തിൽ നിന്ന് പാടെ മാറ്റിവെക്കേണ്ടതാണ്. ഈ ആറാമത്തെ ഒരു കാര്യം, നമ്മുടെ ചിപ്സ്, വറബോരി പോലുള്ള ചില എരിവൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ചിപ്സ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ വറുത്തത് പൊരിച്ചതായ മറ്റു വസ്തുക്കൾ നമ്മൾ രാത്രി ആഹാരത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് പാടെ മാറ്റിവെക്കേണ്ട ഒരു ആഹാരമാണ്. ഇനി ഏഴാമത്തെ ഒരു കാര്യം, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് മുഴുവനും അങ്ങനെയാണ്. അത് തീർച്ചയായും നമ്മൾ സാധാരണ ഫാസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എപ്പോഴാണ്? 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണിക്കാണ് ആ ഷോപ്പ് തുറക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ആ ഒരു പ്രത്യേകിച്ചും മലയാളിയുടെ ഈ ഒരു ശൈലി ആരോഗ്യവാനായ മലയാളികളെ പ്രത്യേകിച്ച് രോഗിയാക്കുന്നതിലേക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ ശൈലിയും പിന്നെ ശാസ്ത്രീയമായി നോക്കിയാൽ തന്നെ രാത്രി ഭക്ഷണം ഒരുപാട് വൈകിപ്പിക്കുക, അത് ഇതേപോലെ ഫാസ്റ്റ് ഫുഡ്, ഹെവി ഫുഡൊക്കെ ആക്കുക, അത് തീർച്ചയായും രോഗമുണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ആരോഗ്യപരമായി തകരും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാനൊരു ശൈലിക്കാരനാണ്, ഇപ്പം എന്താ കുഴപ്പം, എത്ര ആളുകൾ അങ്ങനെ കഴിക്കുന്നത് എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ അവസാനം രോഗം വരുമ്പോൾ നമ്മൾ സ്വന്തം പ്രയാസപ്പെടേണ്ടി വരും, നമ്മുടെ കുടുംബം പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ രോഗിയാകുന്ന തരത്തിലേക്ക് ഇത്തരം ഫുഡുകൾ, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ, അതെല്ലാം കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വൈകി ആഹാരം കഴിക്കാവുന്ന ഒരു ശൈലി പ്രത്യേകം ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അത് രാത്രി പാടെ മാറ്റി വെക്കേണ്ടതാണ്. ഇനി എട്ടാമത്തെ ഒരു കാര്യം, ചോക്ലേറ്റ് രാത്രി കഴിക്കുന്നതിന് ഡോക്ടർമാർ തടയുന്നുണ്ട്. അത് നമ്മുടെ രാത്രി ആഹാരമായിട്ട്, വൈകിട്ടുള്ള ആഹാരമായിട്ട്, പ്രത്യേകിച്ച് ചില മക്കൾക്ക്, അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരിക, കുട്ടികളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അവർ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അത്താഴ നേരത്ത് അവർ ചോക്ലേറ്റ് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കഴിക്കുന്ന ഒരു ശൈലി. അത് തീർച്ചയായിട്ടും രാത്രി നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണമായിട്ടാണ് ശാസ്ത്രീയമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഡോക്ടർമാർ പ്രത്യേകം പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒമ്പതാമത്തെ കാര്യം, സ്വീറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ ആഗ്രഹം മാത്രമേ ഉള്ളൂ, വർഷങ്ങളായി അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷെ നടക്കുന്നില്ല, ഒന്നും കുറയുന്നില്ല. അവർ ഉദ്ദേശിച്ച മാതിരി ബോഡി ലാംഗ്വേജ് സെറ്റപ്പ് ആകുന്നില്ല. എന്താ കാരണം? ഞാൻ വൈകിട്ട് ആഹാരം ഒഴിവാക്കി, അല്ലെങ്കിൽ ഉച്ചക്ക് ആഹാരം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കഴിക്കുന്നത് എന്താ? നല്ല മധുരം, കൃത്രിമമായ മധുരം ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണ്, സ്വീറ്റ്സുകളാണ്. യഥാർത്ഥത്തിൽ മധുരത്തിന് വല്ലാത്ത കലോറിയാണ്. പഞ്ചസാര നമ്മൾ കഴിക്കുന്നവോ നമുക്ക് ശരീരത്തിന് വല്ലാത്ത കലോറി കൂടും. നമ്മൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പഞ്ചസാര ചേർത്ത് നമ്മളൊരു പാനീയം കുടിക്കുകയാണ്, രാത്രി വേറെ ഒന്നും കഴിക്കുന്നില്ല, ഒരു ചായ കുടിച്ചു, യഥാർത്ഥത്തിൽ അത് അത്യാവശ്യം ചോറ് കഴിക്കുന്നതോളം നമ്മുടെ കലോറി കയറുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, കാണാനില്ല, ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ അതിന് പവർ ഉണ്ടെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വീറ്റ്സുകൾ രാത്രി കഴിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് നാച്ചുറലായി, നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അധികവും അത്താഴം കഴിച്ചിരുന്നത് ഈത്തപ്പഴമാണ്. അത് നാച്ചുറലായി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിപരമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ സംവിധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇഷ്ടപ്പെട്ടതാണ്. അത് ഹെൽത്തിയാണ്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൃത്രിമമായി മധുരങ്ങൾ ചേർന്നിട്ടുള്ള സ്വീറ്റ്സുകൾ അത് രാത്രി ആഹാരമായി കൊണ്ടുവരുന്നത് പ്രത്യേകം നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. അത് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ രാത്രി തന്നെയല്ല, ഈ സ്വീറ്റ്സ്, മധുരമുള്ള പഞ്ചസാര കലർന്നിട്ടുള്ള ആഹാരങ്ങൾ, മിഠായികൾ, അതേപോലെ തന്നെ കോളകൾ, അതേപോലെ തന്നെ ഇത്തരം സ്വീറ്റ്സിൻ്റെ എന്തും ആയിക്കോട്ടെ, അത് സാധാരണ കഴിക്കൽ കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് വയറ് ചാടാനും വയറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടാനും, നമ്മൾ ഒരു പക്ഷേ നല്ല ഓട്ടം ചാട്ടം ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം വരുന്നില്ല. എവിടെയാണ് മാറ്റം വരാത്തത്? നമ്മൾ മധുരം കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരം കൃത്രിമമായി മധുരം ചേർത്തിട്ടുള്ള ആഹാരം നമ്മളൊന്ന് ഒഴിവാക്കി നോക്കി, 21 ദിവസം അത് പാടെ തൊടാതിരുന്ന് നോക്കി, ഒരടി നടക്കാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അടിപൊളിയാവും. പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് പേരുടെ അനുഭവമാണ്. ഏതായിരുന്നാലും പ്രത്യേകം പരിഗണിക്കാം. 10ാമത്തെ കാര്യം, നമ്മൾ രാത്രി കഴിക്കാൻ പാടില്ലാത്ത, മാറ്റിവെക്കേണ്ട 10ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മൈദ ചേർന്നിട്ടുള്ള പൊറോട്ട പോലുള്ള ആഹാരങ്ങൾ. രാത്രി എപ്പോഴെങ്കിലൊക്കെ കഴിച്ചു, വിരോധമില്ല, അങ്ങനെ കഴിച്ചു എന്ന് കരുതി, പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതൊക്കെ ദഹിപ്പിച്ചെടുക്കാൻ ഹെവി റിസ്ക് എടുക്കും. നമ്മുടെ ശരീരം ഒരുപാട് ഊർജ്ജം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും.
നമ്മൾ രാത്രി കിടന്നുറങ്ങിയാൽ നമ്മൾ വലിയ ഹെവി ഫുഡ് കഴിച്ചു, ഇപ്പം മൈദ പോലുള്ള കണ്ടന്റ് ചേർന്നുള്ള ആഹാരമാണ് കഴിച്ചത്, അത് ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം ഒരുപാട് ഊർജ്ജം ചെലവഴിക്കണം. യഥാർത്ഥത്തിൽ ഒരാൾ കിടന്നുറങ്ങിയാൽ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി അല്ല ഊർജ്ജം ചെലവഴിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് മറ്റു കേടുപാടുകൾ തീർക്കാൻ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കിടന്നുറങ്ങി, രാത്രി നമ്മൾ കിടന്നുറങ്ങിയാൽ എന്തുണ്ടാവുക? ഒരു റീസെറ്റ് നടക്കുന്നുണ്ട് എന്നാണ്. പകൽ ശരീരത്തിന്റെ കോശങ്ങളിൽ സംഭവിച്ച അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിൽ സംഭവിച്ച ചെറിയ ചെറിയ കേടുപാടുകളുണ്ടാവും, നീർക്കെട്ടുകൾ ഉണ്ടാവും, ഇൻഫർമേഷൻ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അതാണ് കൃത്യമായി ഉറക്കം വേണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചില പ്രകൃതി ചിന്തകൾ പറയുന്നുണ്ട് രാത്രി 10 to 12 നിർബന്ധമായി ഉറങ്ങിയിരിക്കണം എന്നാണ്. കാരണം ആ ഒരു സമയത്താണ് ശരീരത്തിന്റെ മെയിൻ്റനൻസ് നടക്കുന്നതെന്നാണ്. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് നടക്കൂല. ആ വർക്ക് നടക്കാതിരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റൂല. കേടുപാടുകൾ തീർക്കണമല്ലോ. അപ്പൊ അത് തീർക്കുന്ന നേരമാണ് രാത്രി. അവിടെ വലിയ ഫുഡ് കഴിച്ചിട്ട് ഊർജ്ജം മുഴുവനും ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടി പോയാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാതെ പോകും. ഇതൊക്കെ വലിയ ഗൗരവമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അത്താഴം ഒഴിവാക്കാൻ പാടില്ല, അത്താഴം വൈകിപ്പിക്കാൻ പാടില്ല. ഇശാ ഭക്ഷണം ഇശാക്ക് മുമ്പാക്കിയാൽ ഏറ്റവും നല്ലതാണ്. അതിന്റെ ക്വാണ്ടിറ്റി കുറയണം. ഫ്രൂട്ട്സ് ആണെങ്കിൽ അൽഹംദുലില്ലാ ഈത്തപ്പഴമൊക്കെ ചേർന്നാൽ വലിയ റാഹത്താണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിച്ചിട്ടുള്ളത്, നമ്മൾ രാത്രി ഭക്ഷണം അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ ചുരുങ്ങിയതാകണം. ഫ്രൂട്ട് ആണെങ്കിൽ നല്ലതാണ്, ഈത്തപ്പഴം ചേരൽ നല്ലതാണ്. അതേപോലെ തന്നെ നേരത്തെ ആക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയം നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട 10 ആഹാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ഗുണകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിന് ഇഷ്ടം ആഫിയത്തുള്ള ആരോഗ്യമുള്ള മുഅ്മിനിനെയാണ്. രോഗിയായി തളർന്നു കിടക്കുന്ന, വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആളല്ല, ആരോഗ്യം ചുറുചുറുക്കുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി രോഗം തരുന്നതല്ല, നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ മോശത്തരം അല്ലെങ്കിൽ നമ്മുടെ ശൈലി മോശമായത് കണ്ട് ഭക്ഷണം സൂക്ഷിക്കാത്തതുകൊണ്ട് നമ്മൾ സ്വമേധയാ കാശ് കൊടുത്ത് രോഗം വാങ്ങുക, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഫിയത്തിൽ, ആരോഗ്യത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിലെല്ലാം ബർക്കത്ത് നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ടവരും അള്ളാഹു ചേർക്കട്ടെ. ദുആ ചെയ്യാൻ